ജീവിതത്തിലെ ആശകളൊക്കെ അറ്റുപോകുന്ന ചില നിമിഷങ്ങളുണ്ട്. ഇനി ഒരടി പോലും മുന്നോട്ട് നടന്നു നീങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥ. ചുറ്റുമുള്ളവരുടെ വാക്കും നോട്ടവും കുറ്റപ്പെടുത്തലുമൊക്കെ ഭയമുളവാക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവത്തിലേക്ക് നീ തിരിയണം. അവിടുത്തെ ഒരു വചനത്തെ വീണ്ടും വീണ്ടും ഉരുവിടുവാനായിട്ട് നിനക്ക് സാധിക്കണം. ഈ വചനം നിന്നോട് പറയുന്നത് ഇപ്രകാരം തന്നെയാണ്: ഭയപ്പെടരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 13 തിരുവചനം: നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ കരം ചേർത്ത് പിടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കരം ചേർത്ത് പിടിക്കുവാൻ നിനക്കും സാധിക്കട്ടെ. നീ ആ ദൈവത്തിന്റെ കരം ചേർത്ത് പിടിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവം അവിടുത്തെ ശക്തി കൊണ്ട് നിന്നെ അനുഗ്രഹിക്കും, നിന്നെ മുന്നോട്ട് നയിക്കും. കാരണം ആ ദൈവത്തെ അനുഭവിക്കുവാൻ നിനക്ക് സാധിക്കുന്ന നിമിഷം മുതൽ പിന്നീട് ലോകത്തിലുള്ള ഒരു കാര്യത്തെയും ഒരു വ്യക്തിയെയും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യോദ്ധാവ് നിന്റെ ദൈവം തന്നെയാണ്. നിന്റെ കരം പിടിച്ചിരിക്കുന്നത് നിന്റെ ദൈവമാണ്. ഈ സൃഷ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം പിടിച്ചാണ് നീ നടക്കുന്ന ബോധ്യം നിന്റെ ഉള്ളിൽ ഉളവാകുന്ന നിമിഷം മുതൽ പിന്നീട് നിന്നെ ആർക്കും ഒന്നിനും ഭയപ്പെടുത്തുവാനോ പരാജയപ്പെടുത്തുവാനോ സാധിക്കുകയില്ല. ആ ദൈവത്തിന്റെ കരം പിടിച്ച് ഭയമില്ലാതെ മുന്നോട്ട് നടക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.